ക്രിസ്ത്യാനികളുടെ അവസ്ഥ വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ കൂട്ടാണ്. വേറൊരു ലോകമുണ്ട്, അത് കണ്ടിട്ടില്ല. വേറൊരു ലോകത്തെ ചില സ്വരങ്ങളുണ്ട്, അത് കേട്ടിട്ടില്ല. വീണ്ടും ജനിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തെ മാത്രമേ കാണുന്നുള്ളൂ. ഇതിനപ്പുറത്തുള്ള കാര്യങ്ങൾ വേറൊരു ലോകമുണ്ട്. കുഞ്ഞിനെ നമ്മളിപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, നമ്മൾ ഈ ഭൂമി എന്ന് പറയുന്ന വലിയൊരു ഗർഭപാത്രമാണെന്ന് വിചാരിച്ചു. ഇതിനകത്ത് നമ്മളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം കിടക്കാം. ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ വേറൊരു ലോകമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ലോകം. അതാണ് ദൈവം പറയുന്ന ഈ സ്വർഗീയമായ ലോകം. ആ ലോകത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. കാരണം എന്താ? നമ്മൾ ജനിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? നമ്മൾ വയറ്റിൽ കിടക്കാം ഇപ്പോഴും. ജനിച്ചവന് അങ്ങനൊരു കാര്യമുണ്ട്. ഈ പറമ്പ് വാങ്ങുന്നതിനേക്കാളും അവിടെ ഓഹരി കിട്ടുകയാണ് പ്രധാനം. മനസ്സിലാവുന്നുണ്ട്? ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, വേറൊരു ലോകമുണ്ട്, വേറൊരു സന്തോഷമുണ്ട്. ഈ ബൈബിളൊക്കെ വായിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തെ തേടിയൊക്കെ ജീവിക്കുന്നതിനകത്ത് ഒരു ലഹരിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. ദൈവസ്നേഹം അനുഭവിക്കുന്നതിനകത്ത് ഒരു ലഹരിയുണ്ട്. ഇത് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? കാര്യം ജനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ജനിച്ചിട്ടില്ല. ഈ കുഞ്ഞ് ചിന്തിക്കുകയാണ്, കുഞ്ഞിന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, ദൈവമേ ഇങ്ങനൊരു ലോകം ഉണ്ടായിരുന്നോ? ഞാൻ കഴിഞ്ഞ 9 മാസമായിട്ട് അത് അറിഞ്ഞിട്ടില്ലല്ലോ. ആ കൊച്ചെ, നീ അറിഞ്ഞിട്ടില്ല, നീ ജനിച്ചിട്ടില്ല. ദൈവമേ ഇതുപോലെ പൂന്തോട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ. നീ കാണത്തില്ല, നീ ജനിച്ചിട്ടില്ലായിരുന്നു. വീണ്ടും ജനിച്ചാലേ നീ കാണേണ്ട ചില കാഴ്ചകൾ കാണത്തുള്ളൂ. ഈ പഴയ ലോകത്ത് കിടക്കുമ്പോൾ, ഈ ഉദരത്തിൽ കിടക്കുമ്പോൾ അത് കാണാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ജലത്താലും ആത്മാവിനാലും